അന്താരാഷ്ട്ര വാർത്തകൾ പരിശോധിക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കലാപം രൂപപ്പെടുകയാണ്. ഇപ്പോഴത്തെ കലാപത്തിൻ്റെ കാരണം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് നമുക്കറിയാം ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിൽ നിന്നും അധികാരത്തിൽ താഴെ ഇറക്കിക്കൊണ്ടുള്ള ഒരു ഭാരത വിരുദ്ധ കലാപം, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിസ്റ്റുകളുടെ നേതൃത്വത്തിലുള്ള കലാപം നടന്നത്. ആ കലാപത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശ് വിട്ട് ഭാരതത്തിൽ അഭയം തേടേണ്ടി വന്നത്. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അന്ന് ആ കലാപത്തിന് നേതൃത്വം നൽകിയ ഒരു ഇസ്ലാമിസ്റ്റ് വെടിയേറ്റ് മരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയെ അജ്ഞാതൻ വെടിവെച്ച് കൊന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശിൽ ഇസ്ലാമിസ്റ്റുകൾ തെരുവിലിറങ്ങി മാധ്യമ സ്ഥാപനങ്ങളും മറ്റും കത്തിച്ചുകൊണ്ടുള്ള കലാപത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജിഷ്ണു, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബംഗ്ലാദേശ് കത്തുകയാണോ? ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണോ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? ജിഷ്ണു. ഗൗതം, നമസ്തേ, ഗുഡ് മോർണിംഗ്. ബംഗ്ലാദേശിൽ കലാപം ഒഴിയാതെ പിന്തുടരുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ ഭരണ സംവിധാനങ്ങളും ഇത്തരത്തിൽ യുവാക്കളെയും എല്ലാം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റ് സംഘടനകൾ, ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനകളും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള കലാപത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിലുണ്ടായിട്ടുള്ള കലാപം നേരത്തെ ഷെയ്ഖ് ഹസീന വിരുദ്ധ കലാപം നടന്നിട്ടുള്ളത് നമ്മൾ അതിൻ്റെ ചിത്രങ്ങൾ മുഴുവൻ നമുക്ക് മുൻപിലുള്ളതാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ തുടങ്ങി ഷെയ്ഖ് ഹസീനയുടെ രാജിയിലും ഒടുങ്ങാതെ അവിടെ അതൊരു ന്യൂനപക്ഷ വിരുദ്ധ കലാപമായി ബംഗ്ലാദേശിൽ ആ കലാപം അലയടിച്ചിരുന്നു. നിരവധി ഹിന്ദു, സിഖ് കൊലപാതകങ്ങൾ, ആരാധനാലയങ്ങൾ തകർത്തൽ, അത്തരത്തിലൊരു വലിയ കലാപത്തിലേക്ക് ബംഗ്ലാദേശിനെ തള്ളിവിട്ട ഈ നേതാവ്, ഒരു തീവ്ര ഇസ്ലാമിക നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദി, ഇയാൾക്ക് ഡിസംബർ 12 ധാക്കയിൽ വെച്ച് അജ്ഞാതൻ്റെ വെടിയേറ്റു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ ഇയാളുടെ മരണവാർത്ത അറിഞ്ഞതോടെ തീവ്ര ഇസ്ലാമിക സംഘടനകളും അതിൻ്റെ അനുകൂലികളും ധാക്ക ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബംഗ്ലാദേശിൻ്റെ വിവിധ തെരുവുകളിലേക്ക് ഇറങ്ങുകയും മാധ്യമ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും വീടുകളുമെല്ലാം തന്നെ തീ വെച്ച് നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ കലാപത്തിലേക്ക് ബംഗ്ലാദേശിനെ വീണ്ടും മാറ്റുകയാണ്. ഈ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇടക്കാല സർക്കാരിൻ്റെ മേധാവി മുഹമ്മദ് യൂനിസ് ഒരു പ്രത്യേക ഉന്നതതല യോഗം ഇന്ന് ധാക്കയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കലാപകാരികളെ നിയന്ത്രിക്കാൻ മുഹമ്മദ് യൂനുസ് സർക്കാരിനും സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കാരണം ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്നതും സർക്കാരിന് നിർദ്ദേശങ്ങൾ നൽകുന്നതും ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര ഇസ്ലാമിക സംഘടനകളാണ്. അവരുടെ നിർദ്ദേശങ്ങൾക്കപ്പുറത്തേക്ക് പ്രവർത്തിക്കാൻ ഇടക്കാല സർക്കാരിനും അതിൻ്റെ മേധാവി മുഹമ്മദ് യൂനുസിനും സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണ് ബംഗ്ലാദേശിനെ വീണ്ടും കലാപത്തിലേക്ക് തള്ളിവിടുന്നത് എന്നതും നമുക്ക് വിലയിരുത്താൻ സാധിക്കും. നിലവിൽ നേരത്തെ ഷെയ്ഖ് ഹസീന വിരുദ്ധ കലാപം നടത്തിയ തീവ്ര ഇസ്ലാമിക നേതാവ്, അതിനപ്പുറം എടുത്തു പറയേണ്ടത് ഭാരത വിരുദ്ധ നിലപാടുകൾ തുടർച്ചയായി സ്വീകരിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഭാരതീയർക്കെതിരെയും ഹിന്ദു സമൂഹത്തിനെതിരെയും എല്ലാം തന്നെ തുടർച്ചയായി പ്രകോപനപരമായ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്ന നേതാവ് കൂടിയാണ് ഈ ഷെരീഫ് ഉസ്മാൻ. ഈ ഷെരീഫ് ഉസ്മാനാണ് ഡിസംബർ 12 ധാക്കയിൽ അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചിട്ടുള്ളത്. ആരാണ് ഷെരീഫ് ഉസ്മാനെ കൊലപ്പെടുത്തിയത് എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. വെടിയേറ്റ് ചികിത്സയിലായിരുന്ന ഷെരീഫ് ഉസ്മാൻ ഇന്നലെ മരിച്ചു. ഇതേ തുടർന്ന് തെരുവിലിറങ്ങിയ ജനക്കൂട്ടമാണ്, തീവ്ര ഇസ്ലാമിക സംഘടനകളും അതിൻ്റെ അനുയായികളുമാണ് ബംഗ്ലാദേശിൽ വീണ്ടും കലാപത്തിലേക്ക് വഴിവെച്ചത്. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയും ഏറ്റെടുത്ത ഷെയ്ഖ് ഹസീന വിരുദ്ധ കലാപം ബംഗ്ലാദേശിൻ്റെ മണ്ണിലൊരു വലിയ ഹിന്ദു വിരുദ്ധ കലാപമായി മാറിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഗൗതം. ഓക്കെ ജിഷ്ണു, എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ബംഗ്ലാദേശിൽ സാഹചര്യങ്ങൾ സങ്കീർണമാക്കുകയാണ്. തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് ഏതെങ്കിലും നാട്ടിൽ, അതിപ്പോൾ ഒരു രാജ്യമാകണമെന്നില്ല, ഏതെങ്കിലും ഒരു ജില്ലയാണെങ്കിലും പഞ്ചായത്താണെങ്കിലും അവിടെ അവർക്ക് മേധാവിത്വം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ നാടിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാകും. പാകിസ്ഥാനും ബംഗ്ലാദേശും താലിബാനും ഒക്കെ ഇതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ്. ഇപ്പോൾ ഇതാ ഒരു കലാപകാരിക്ക് വെടിയേറ്റു എന്നതിൻ്റെ പേരിൽ ബംഗ്ലാദേശിലെ സാധാരണക്കാരൻ്റെ സ്ഥാപനങ്ങളും അവിടുത്തെ മാധ്യമ സ്ഥാപനങ്ങളും ഒക്കെ തല്ലിപ്പൊളിച്ചുകൊണ്ട് വീണ്ടും ആ രാജ്യത്തെ കലാപത്തിലേക്ക് തള്ളിവിടുകയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ഭീകര സംഘടനകൾ. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്ന്. ഇനിയൊരു ഇടവേളയാണ്.